ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര എന്ന മുദ്രയുടെ മാന്ത്രിക ശക്തിയെക്കുറിച്ച് ഏതാനും അറിവുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. മുദ്ര എന്നാൽ ഒരു ആംഗ്യം അല്ലെങ്കിൽ ഒരു പോസ് ആണ്. ചില മുദ്രകൾ ശരീരം മുഴുവൻ ഉൾക്കൊള്ളുന്നുവെങ്കിലും മിക്കതും കൈകളും വിരലുകളും മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തങ്ങളിലും മുദ്രകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഭരതനാട്യത്തിൽ 28 മുതൽ 32 മുദ്രകളും, കഥകളിയിൽ 24 മുദ്രകളും, ഒഡീസി നൃത്തത്തിൽ 20 മുദ്രകളും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ ചിന്മുദ്രയുടെ പ്രാധാന്യത്തിനെക്കുറിച്ചും അസാധ്യമായൊരു മാന്ത്രിക ശക്തി ചിന്മുദ്രയ്ക്കുണ്ട് എന്നുള്ളതുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുദ്രയാണ് ചിന്മുദ്ര. വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിന് സയൻറ്റിഫിക്കലി വരുന്ന മാറ്റങ്ങളും നിങ്ങളുടെ മനസ്സിന് മാന്ത്രികമായ മാറ്റങ്ങളും ഉണ്ടാക്കുന്ന ഒരു മുദ്രയാണ് കൈവിരൽ കൊണ്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളെനിക്ക് പറഞ്ഞു തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് രൂപത്തിൽ തരണം. അത് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനും മുന്നോട്ട് പോകാനും എന്നെ സഹായിക്കുന്നത്. നമ്മുടെ മോതിരവിരൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ? അങ്ങനെ ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് മോതിരം കൈമാറൽ ചടങ്ങുകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത് അല്ലേ? ചിൻ എന്നാൽ ബോധം എന്നാണ് അർത്ഥം. ചിന്മുദ്ര ഇല്ലെങ്കിൽ യോഗയും ധ്യാനവും അപൂർണമായിരിക്കും. നമ്മുടെ ചെറുവിരലും ഭൗതിക ശരീരത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ചെറുവിരൽ, മോതിരവിരൽ മനസ്സിൻ്റെയും വികാരത്തിൻ്റെയും പ്രതീകമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മോതിരം കൈമാറ്റൽ ചടങ്ങിനൊക്കെ വളരെ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ്. നടുവിരൽ ബുദ്ധിയുടെ പ്രതീകമാണ്. ചൂണ്ടുവിരൽ നമ്മുടെ ഈഗോ ആണ്, അഹങ്കാരം അല്ലേ? നമ്മുടെ ഈഗോ ആണ് ചൂണ്ടുവിരൽ. തള്ളവിരൽ പരമബോധത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ചൂണ്ടുവിരലും തള്ളവിരലും ചേരുമ്പോൾ നമ്മുടെ അഹംഭാവം, ഞാൻ എന്ന ഭാവവും പരമബോധവും കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ചിന്മുദ്ര ഒരുപാട് പ്രമുഖരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചട്ടമ്പി സ്വാമികൾ, വിവേകാനന്ദ സ്വാമികളുടെയും ഒരു സമാഗമത്തിൽ ചിന്മുദ്രയെക്കുറിച്ച് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ ശബരിമല ശാസ്താവ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത് ചിന്മുദ്ര പോസിലാണ്. അതൊക്കെ എന്തുകൊണ്ടാണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ഞാൻ പറഞ്ഞു തരാം. ആദ്യം ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദ സ്വാമികളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു തരാം. കേരളത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ ഒരു സമാഗമമായിരുന്നു അത്. വിവേകാനന്ദ ചട്ടമ്പി സ്വാമി കൂടിക്കാഴ്ച. സ്വാമി വിവേകാനന്ദൻ്റെ കേരളത്തിലെ സന്ദർശനം 1892 നവംബർ 22 മുതൽ ഡിസംബർ 27 വരെയായിരുന്നു. മൈസൂരിൽ നിന്ന് പാലക്കാട്, ഷൊർണൂർ, കൊടുങ്ങല്ലൂർ വഴി എറണാകുളത്തെത്തിയ സ്വാമി വിവേകാനന്ദൻ ദിവാൻ സെക്രട്ടറി രാമയ്യരുടെ വസതിയിൽ താമസിക്കുമ്പോഴാണ് അവിടെ അടുത്ത് ജ്ഞാനിയായ ഒരു സ്വാമി, അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ താമസിക്കുന്ന വിവരമറിഞ്ഞ് സ്വാമി വിവേകാനന്ദൻ ആ വീട്ടിലേക്ക് പോവുകയാണ് ചട്ടമ്പി സ്വാമികളെ കാണാൻ വേണ്ടി. അവർ വീടിൻ്റെ തെക്കു ഭാഗത്ത് ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു സംവാദത്തിൽ ഏർപ്പെട്ടു. കീദൃശി ചിന്മുദ്ര എന്ന ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ നേർക്ക് എറിഞ്ഞിട്ട് കൗതുകത്തോടെ നിന്ന സ്വാമി വിവേകാനന്ദന് ലഭിച്ച മറുപടി അതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധം പുതുമയേറിയതായിരുന്നു എന്ന് ചട്ടമ്പി സ്വാമികൾ തൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ചിന്മുദ്രയുടെ കായിക പ്രവർത്തനം മൂലം കുണ്ഡലിനി ശക്തി ഉണർന്ന് ഷഡാധാര ചക്രങ്ങൾ കടന്ന് ബ്രഹ്മാനന്ദം കൈവരുന്നു എന്ന് ഉപനിഷത്ത് ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് ചട്ടമ്പി സ്വാമികൾ അങ്ങ് വിശദീകരിച്ചു കൊടുത്തു. അന്ന് ചട്ടമ്പി സ്വാമികളുടെ പ്രതിഭ കാണുവാൻ സ്വാമി വിവേകാനന്ദന് കഴിഞ്ഞു. ചിത്ത് എന്ന ധാതുമുദ്രയോട് കൂടി ചേർന്നതാണ് ചിന്മുദ്ര. ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ് എന്നാണ്. വലതു കൈയിലെ ചെറുവിരലും മോതിരവിരൽ, നടുവിരൽ എന്നിവ നിവർത്തിപ്പിടിച്ച് ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേർത്ത്
വൃത്തത്തിൽ ചേർത്ത് വയ്ക്കുന്നതാണ് ചിന്മുദ്ര. ചിന്മുദ്ര ചെയ്യുമ്പോൾ മനഃശാന്തി ലഭിക്കുമെന്ന് യോഗാശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. മനസ്സമാധാനത്തിനായി ചിന്മുദ്ര ചെയ്യുന്നവർ ധാരാളമുണ്ട്. മുൻകോപക്കാരുടെ കോപം മാറ്റാൻ വളരെ ഉത്തമമാണ് ചിന്മുദ്ര. ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നവർ ദിവസേന ചിന്മുദ്ര ചെയ്താൽ നല്ല ഉറക്കം ലഭിക്കും. ഓർമ്മശക്തിയും ബുദ്ധിവർദ്ധനവും ഉണ്ടാകും. മാനസികമായി ഒരുപാട് ഗുണങ്ങൾ ഈ ചിന്മുദ്ര കൊണ്ട് ലഭിക്കുന്നതാണ് എന്ന് യോഗാശാസ്ത്രം പറയുന്നുണ്ട്. ചട്ടമ്പി സ്വാമിയും സ്വാമി വിവേകാനന്ദനും നടത്തിയ പ്രഭാഷണങ്ങൾ ആ മഹത്തുക്കളെപ്പറ്റി ശ്രോതാക്കളിൽ ഉണ്ടാക്കിയ ഒരുപാട് ആദരവുണ്ടാക്കി. വിവേകാനന്ദ സ്വാമികൾ സ്വന്തം ഡയറിയിൽ ചട്ടമ്പി സ്വാമിയുടെ പേരും വിലാസവും എഴുതിയെടുത്തു. എന്നിട്ട് അതിലൊരു കുറിപ്പ് എഴുതി, മലബാറിൽ, അതായത് കേരളത്തിൽ, ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് എഴുതിയത്. ഇനി അയ്യപ്പസ്വാമിയും ചിന്മുദ്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അയ്യപ്പസ്വാമി എന്ന സിദ്ധയോഗീശ്വരനും അദ്ദേഹത്തിൻ്റെ ചിന്മുദ്രയും എന്താണ്? അയ്യപ്പസ്വാമിയെ ബഹുഭൂരിപക്ഷം ആളുകളും 33 കോടി ദേവഗണത്തിലുള്ളതുപോലെയുള്ള ഒരു ദേവനായിട്ടാണ് കരുതി ആരാധിച്ചു വരുന്നത്, അല്ലേ? പക്ഷേ അയ്യപ്പസ്വാമി ആ ഗണത്തിലുള്ള ഒരു അവതാരമല്ല തന്നെ. തമിഴ്നാട്ടിൽ ഇപ്പോൾ പോലും പ്രചാരത്തിലുള്ളതും എന്നാൽ പിന്തുടരാൻ ഏറെ പ്രയാസമുള്ളതുമായ ശൈവസിദ്ധ സമ്പ്രദായത്തിലെ അതീവ ഗോപ്യവും അത്ഭുത സിദ്ധിപ്രദവുമായ ഒരു യോഗ പദ്ധതിയുടെ ആചാര്യനായിരുന്നു അയ്യപ്പസ്വാമി എന്നതിന് നിരവധി തെളിവുകളുണ്ട്. അതിൻ്റെ ആദ്യത്തെ തെളിവാണ് ശബരിമല യാത്രയ്ക്ക് തയ്യാറാവുന്ന എത്ര വലിയ ഭക്തനും ഒറ്റയ്ക്ക് കെട്ടുമുറുക്കി പോകാൻ അനുവാദമില്ല എന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും ഏകാന്ത ഭക്തിക്ക് ഇങ്ങനെയൊരു വിലക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ശബരിമല യാത്രികൻ എത്ര വലിയ ഭക്തനായാലും ശരി, ഒരു ഗുരുസ്വാമി കൂടിയേ കഴിയൂ. ആ ഗുരുസ്വാമിയാവണം നെയ്യ് നിറച്ചു കൊടുക്കേണ്ടതും കെട്ടുമുറുക്കി കൊടുക്കേണ്ടതും കെട്ട് തലയിൽ വെച്ചു കൊടുക്കേണ്ടതും. ചെറിയ ആളായാലും ഇളയ ആളായാലും ശരി, ആ ഗുരുസ്വാമിക്ക് വെറ്റിലപ്പാക്ക് നാണയം വെച്ച് ദക്ഷിണ നൽകി പാദം തൊട്ടു തൊഴുത ശേഷമേ ഇരുമുടി ശിരസിലേറ്റാൻ പാടുള്ളൂ. മറ്റേതൊരു യോഗാ സമ്പ്രദായത്തിലും എന്ന പോലെ ഒരു ഗുരുവില്ലാതെ അനുഷ്ഠിക്കാൻ അനുവാദമില്ലാത്ത ഒരു യോഗ പദ്ധതിയാണ് അയ്യപ്പസ്വാമി നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ഈ അർത്ഥത്തിൽ ശബരിമല എന്നതുപോലും ഒരു പ്രതീകാത്മക സ്വഭാവത്തിലുള്ള സ്ഥാനം നിർദ്ദേശം മാത്രമാണ്. നിരന്തരമായ യോഗസാധന കൊണ്ട് ഒരു ഉപാസകൻ്റെ ജീവാത്മാവ് എത്തിപ്പെടേണ്ടതായ ഉന്നത യോഗ ഭൂമിക എന്ന തത്വത്തിൻ്റെ ഒരു ബിംബവൽക്കരണമാണ് ശബരിമല. ശബരിമലയിലെ തൻ്റെ വാസക്കാലത്ത് അയ്യപ്പസ്വാമി അനുഷ്ഠിച്ച് സിദ്ധി വരുത്തിയ യോഗമാർഗം ഉത്തമ യോഗികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവമുക്തി ഉണ്ടായത്. അയ്യപ്പസ്വാമിയുടെ സമാധിസ്ഥിതിയിലെ ശരീരഭാഷ യോഗികൾക്ക് മാത്രം മനസ്സിലാവുന്നതും മനുഷ്യജീവിതത്തിൻ്റെ പരമാർത്ഥിക സത്യത്തെ അനാവരണം ചെയ്യുന്നതുമായ ഒരു ഗുപ്ത സന്ദേശമാണ്, ഒരു രഹസ്യ സന്ദേശമാണ്. ചിന്മുദ്രാങ്കിത പട്ടബന്ധരൂഢസ്ഥിതമായിട്ടാണ് അയ്യപ്പസ്വാമിയുടെ സമാധ്യാവസ്ഥ. ആ രൂപം തന്നെയാണ് മിക്ക ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടും. ഇനി ഈ ചിന്മുദ്ര ചെയ്യുന്നത് കൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദഹനം വർദ്ധിക്കുകയും ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളുടെ ആഗിരണവും ഉപയോഗവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയാം. നട്ടെല്ല് നിവർത്തി ഇരുന്നു കൊണ്ട് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അറ്റം തള്ളവിരലിൽ സ്പർശിക്കുന്നു. മറ്റു 3 വിരലുകളും നീട്ടി വെക്കണം. അങ്ങനെ കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ ഒന്ന് ഏകാഗ്രതമാക്കിക്കൊണ്ട് ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ആ മുദ്ര പിടിച്ച് ഇരിക്കാൻ സാധിച്ചാൽ വളരെയേറെ ഗുണങ്ങളാണ് നമുക്ക് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നത്.
ഒരു ദിവസം മുഴുവനും നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എനർജി എല്ലാം നമുക്ക് നഷ്ടപ്പെടും അല്ലേ? ചിന്മുദ്ര നമ്മുടെ പ്രാണശക്തിയെ ചോർന്നു പോകാതെ സൂക്ഷിക്കുന്നു, നമ്മുടെ നട്ടെല്ലിന് ബലം കൊടുക്കുന്നു, നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരാകുന്നു, നമ്മുടെ മനസ്സിനെ നമ്മുടെ തന്നെ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വേണ്ടതെല്ലാം നേടാൻ സാധിക്കും. നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കൂടി ചിന്മുദ്ര സഹായിക്കുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ഇത് ചെയ്യരുതെന്ന് പറയപ്പെടുന്നു. നമ്മൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മൾ ആകെ ഡിസ്റ്റേബ്ഡ് ആണ്, നമ്മുടെ മനസ്സാകെ പ്രക്ഷുബ്ധമാണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ കിടന്ന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? അങ്ങനെയൊരു അവസ്ഥയിൽ ആണ് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം, പിടിവിട്ടു പോകാതെ നിയന്ത്രണത്തിലാക്കണം എന്ന് നമുക്ക് തോന്നുമ്പോൾ ചിന്മുദ്ര ചെയ്താൽ നല്ല മാറ്റമുണ്ടാകും എന്ന് പറയപ്പെടുന്നു. കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും ഈ ചിന്മുദ്ര ദിവസവും ചെയ്യുന്നത് വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്നത് നമുക്ക് സ്വയം അറിയാൻ സാധിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ, ഈ ചിന്മുദ്ര ഒരു മതത്തിൻ്റെയോ അടയാളമായി കണക്കാക്കേണ്ടതില്ല. ഇത് വളരെയധികം നമ്മുടെ മനസ്സിനെ കൺട്രോളിലേക്ക് വരുത്താൻ, അതോടൊപ്പം നമ്മളെ ശരീരത്തിനും ഗുണമുണ്ടാകാൻ വളരെയധികം ഉതകുന്ന ഒരു മുദ്രയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒരു 10 മിനിറ്റെങ്കിലും, 20 മിനിറ്റ് ചെയ്താലാണ് ഉത്തമം, ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് നട്ടെല്ല് നിവർത്തിയിരുന്ന് ഈ ചിന്മുദ്ര നമ്മുടെ വിരലിൽ പിടിച്ച്, നമ്മുടെ കൈകളിൽ ചിന്മുദ്ര അടയാളം പിടിച്ചുകൊണ്ട് കണ്ണടച്ച് നമ്മുടെ മനസ്സിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ധ്യാനിച്ച് അതാത് ദൈവങ്ങളെ, നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന ശക്തിയെ വിളിച്ച് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നാൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കാണാൻ സാധിക്കും. അതൊന്ന് ചെയ്ത് പ്രാവർത്തികമാക്കി നോക്കുക. കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും ഓർമ്മശക്തി, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഈ ചിന്മുദ്ര കുഞ്ഞുങ്ങളിലും പരിശീലിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇന്നത്തെ ഈ ചിന്മുദ്രയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ, സി യു.